കൃഷ്ണേ, നമുക്ക് ദുബായ് മാമന്റെ വീട്ടിലേക്ക് പോയാലോ? അവിടെ ആരുമില്ല. അതിനെന്താ, ആ വീട് നിന്റെ അച്ഛൻ ദുബായ് മാമൻ ഇഷ്ടദാനം കൊടുത്തതാ. അവിടെ ചോദ്യം ചെയ്യാൻ ആരും വരില്ല. കൃഷ്ണേ, എങ്കിൽ പിന്നെ അതാ നല്ലത്. അനിയൻ കുഞ്ഞിന് പുറത്തു വരാനേ പോകുന്നില്ല. അവൻ ഈ സമ്പാദിച്ചു കൂട്ടിയതെല്ലാം സത്യവതി അനുഭവിക്കും, സത്യവതി ആസ്വദിക്കും. എങ്ങനെയാ മാഡം നിങ്ങൾക്ക് ഇതൊക്കെ പറ്റുന്നേ? സ്വന്തം കൂടപ്പറപ്പിനെ ചതിച്ചിട്ട് നിങ്ങൾ ഈ നേടുന്നതൊക്കെ ശാശ്വതമായിരിക്കോ? സമ്പത്തിന് അങ്ങനെ ശാപങ്ങളൊന്നും ഇല്ല എന്റെ ശാന്തി. പണവും അധികാരവും കയ്യിൽ വന്നാലേ ആ പണവും അധികാരവും തീരുമാനിക്കും ആരൊക്കെ ഏതൊക്കെ നിലയിൽ കഴിയണോന്ന്. ഇപ്പൊ നീയൊക്കെ ഈ ചവിട്ടി നിൽക്കുന്നതേ സത്യവതിയുടെ സാമ്രാജ്യത്തിലാ. ഇനി നിനക്കൊന്നും പറയാനില്ല. അതുകൊണ്ട് ഇറങ്ങടി രണ്ടുപേരും. എന്താ നിങ്ങളുടെ ധൈര്യത്തിന്റെ അടിസ്ഥാനം? അച്ഛനൊരിക്കലും പുറത്തു വരില്ല എന്നല്ലേ? എങ്കി കേട്ടോ, എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എന്റെ അച്ഛനെ ഞാൻ പുറത്തിറക്കും. പുറത്തിറങ്ങിയാലേ അച്ഛൻ ആദ്യം ഈ വീട്ടിൽ വരും, നിങ്ങളുടെ മുന്നിലെത്തും. അന്നേ നിങ്ങൾ ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരും. അതങ്ങനെയൊക്കെ സംഭവിച്ച് കഴിയുമ്പോഴല്ലേ മോളെ. തൽക്കാലം നീ നിന്റെ അമ്മയെ വിളിച്ച് പുറത്തിറങ്ങ്. പിടിച്ചു പുറത്ത് തള്ളടോ മൂർത്തി. വേണ്ട, ഞങ്ങൾ ഇറങ്ങുക. സ്വന്തം കൂടപ്പിറപ്പിനെ ചതിക്കാൻ മടിയില്ലാത്ത നിങ്ങളോടെ അല്പനേരം സംസാരിക്കുന്നത് പോലും ഞങ്ങൾക്ക് കളങ്ക. തിരിച്ചു വരുന്നു പറഞ്ഞിട്ട് തന്നെ ഞാൻ പോകുന്നത്. എന്റെ അച്ഛനോടൊപ്പം ഞാൻ തിരിച്ചു വന്നിരിക്കും. ചെയ്തതിനൊക്കെ പകരം ചോദിച്ചിരിക്കും. പോവാമേ, നടക്ക്. പെങ്കൊച്ച നല്ല ചൂടിലാണല്ലോ മാഡം. അവള് പൊട്ടിത്തെറിക്കട്ടോ മൂർത്തി. എന്റെ അനിയന്റെ ചോരയല്ലേ. പക്ഷെ അവളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ചാകാതിരിക്കാൻ അവൾ ഒരുപാട് പാടുപെടേണ്ടി വരും. നവീൻ, എത്ര സന്തോഷത്തോടെ ഇരുന്ന കുട്ടിയാ. ഇപ്പൊ നീ ഇങ്ങനെ ഇരിക്കുന്നത് അമ്മയ്ക്ക് സഹിക്കുന്നില്ലടാ. പരസ്പരം പറയാനും ആശ്വസിപ്പിക്കാനും ഇനി നമുക്കൊന്നും ബാക്കിയില്ലല്ലോ അമ്മേ. ഈ നല്ല മഴക്കാലത്ത് വെയിൽ വരില്ലേ, അതുപോലെ ജീവിതത്തിൽ വല്ലപ്പോഴും സന്തോഷത്തിൻ്റെ ഒരു നിഴൽ വീഴും. അത് കഴിയുമ്പോൾ എല്ലാം ഒന്നിച്ചങ്ങ് അവസാനിക്കും. ഞാൻ ചെയ്ത് തെറ്റ് തന്നെ. ഗാഥ ഞാൻ ഒരിക്കലും തല്ലാൻ പാടില്ലായിരുന്നു. എന്നെയും കീർത്തിയും ചേർത്ത് ഗാഥ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അതാ സംഭവിച്ചത്. ഒരർത്ഥത്തിൽ ഗാഥ പറയുന്നതിലും കാര്യമുണ്ട്. നാഗവും നാഗശാപവും ഒക്കെ ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളാണ്. അയാൾ അതിലേക്ക് വലിച്ചഴിച്ചത് നമ്മളെല്ലാവരും കൂടിയേ. എനിക്ക് അയാളെ കാണണം. തല്ലിപ്പോയതിന് സോറി പറയണം. എന്നാ ഗാഥമോൾ എന്ന് വിളിച്ച് സംസാരിക്കേ. അത് പോരമ്മേ. എനിക്ക് അയാളെ കണ്ട് നേരിട്ട് സോറി പറയണം. ഞാൻ അയാളുടെ അടുത്തേക്ക് പോവാ. സിത്താരയുടെ വീട്ടിലേക്കാണെങ്കിൽ മോൻ തനിച്ചു പോണ്ട. പോയാല് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കാൻ പറ്റണം. അമ്മ കൂടി മോൻ്റെ ഒപ്പം വരാം. അമ്മയ്ക്കത് നാണക്കേടാവുന്നൊന്നും നീ ചിന്തിക്കണ്ട. നിനക്കില്ലാത്ത എന്ത് നാണക്കേടാ നിന്റെ അമ്മയ്ക്ക്. നമുക്ക് പോവാം. അമ്മേ, അഭിമാനത്തിന് മുറിവേറ്റ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ് ഗാഥ. ഒരു കാരണവശാലും അയാളുടെ സംസാരത്തിൽ ഇനി വിട്ടുവീഴ്ച ഉണ്ടാവത്തില്ല. അമ്മ വെറുതെ. ഞാൻ പറഞ്ഞല്ലോ എനിക്കതിൽ ബുദ്ധിമുട്ടില്ല എന്ന്. മോനെ, നമുക്കിപ്പൊ തന്നെ പോവാം. എല്ലാം ശരിയാവും. ഒരു തെറ്റും ചെയ്യാത്ത നിന്നോട് ദൈവം ഇനി ക്രൂരത കാണിക്കില്ല. വാ, നീ പോയി റെഡിയാവ്. അമ്മയെ റെഡിയാവാ. വാ.
എന്നാലും അനിയൻ സാറിനെ സ്വന്തം ചേച്ചി ചതിച്ചു എന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇങ്ങനെയുണ്ടോ ഒരു ചതി? ആ അനിയൻ സാർ പാവല്ലേ ജോസേട്ടാ. അവര് ചേച്ചിയല്ല അമ്മ തന്നെയാന്നാ പറഞ്ഞത്. എന്നിട്ടാ ഈ കാണിക്കണത്. മോളെ കൃഷ്ണേ, ഞങ്ങളുടെ അനിയൻ സാറിന്റെ മോളിങ്ങനെ തെരുവിൽ വന്ന് നിൽക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് പറ്റില്ല. മോള് വാ, ഞങ്ങളും കൂടെ വരാം. നമുക്ക് പുഴയോരത്തിയെന്ന് അവരോട് ചോദിക്കാം. വേണ്ട ജോസേട്ടാ, ചതിച്ചതാണെങ്കിലും ഇപ്പൊ എല്ലാം നിയമപ്രകാരം അവരുടെ കയ്യിലാ. അതിന് എന്തെങ്കിലും പരിഹാരം ചെയ്യണമെങ്കിൽ അച്ഛൻ ജയിലിൽ നിന്ന് വന്നേ പറ്റൂ. ഞാൻ ഇവളെയും കൊണ്ട് എങ്ങോട്ട് പോവും? അതാ ഞാൻ ആലോചിക്കുന്നേ. കൃഷ്ണേ, എനിക്കൊരു ചെറിയ വീടുണ്ട്. അവിടെ ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വരുന്നതിൽ എനിക്കൊരു പ്രശ്നമില്ല. അനിയൻ സാർ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെ താമസിക്കാം. അത് മതി മോളെ. മോളും അമ്മയും ഈ നാട്ടിൽ തന്നെ ഉണ്ടാവണം. ആ, നിങ്ങളവരൊന്നും ചെയ്യില്ല, ഞങ്ങൾ നോക്കിക്കോളാം. അത് വേണ്ട, അത് ശരിയാവില്ല. പിന്നെ നിങ്ങൾ എങ്ങോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നേ? ഞങ്ങളെ ഇത്രയും സ്നേഹിച്ച അനിയൻ സാറിന്റെ മോള് ഇങ്ങനെ തെരുവിൽ നിന്നാൽ അതിന്റെ നാണക്കേട് ഞങ്ങൾക്കും കൂടിയല്ലേ? കൃഷ്ണ, ആ മോളിക്കുട്ടി, ഞാൻ നിന്നെ കൊറേ വിളിച്ചല്ലോ, നീ എന്താ ഫോൺ എടുക്കാതിരുന്നെ? അത് ഞാൻ ജോസേട്ടനെ വിളിച്ചപ്പോഴാ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അവിടെ വേറെ ഡ്രൈവർ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടാ ഞാനിങ്ങ് പോന്നത്. അതെ മോളിക്കുട്ടി, അനിയൻ സാറിന്റെ സമ്പത്ത് മുഴുവൻ ചേച്ചി സ്വന്തമാക്കി. അതെങ്ങനെ? ഇറക്കി വിടുന്നതിന് മുന്നേ കുറെ മുദ്രപത്രങ്ങള് എന്നെക്കൊണ്ടും അമ്മയെക്കൊണ്ടും ഒപ്പിടിപ്പിച്ചിരുന്നു. ഇപ്പൊ അവരത് പ്രമാണാക്കി. കൊല്ലണ്ടടി അവറ്റകളെ. അവര് കുഴപ്പക്കാരാണെന്ന് ദുബായ് മാമൻ പറഞ്ഞതാ. അപ്പൊ നമ്മൾ ആരും അത് വിശ്വസിച്ചില്ല. അതെങ്ങനെ? സ്നേഹം കാണിച്ച് ഒലിപ്പിച്ച് നടക്കുവല്ലേ. ഗോപാലമാമനെ കുറിച്ച് ഒരു വിവരവുമില്ല. എന്താ പറ്റിയെന്നും അറിയില്ല. അല്ല, ഇനി എന്ത് ചെയ്യാനാ നീ ഉദ്ദേശിക്കുന്നത്? എന്താ അമ്മേ വേണ്ടത്? ഈ നാട്ടിൽ നിൽക്കണം തന്നെ മോളെ ആഗ്രഹം. ഞാനിവരെ എന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചതാ, പക്ഷെ വരണ്ടേ? എനിക്ക് വീടൊന്നുമില്ല. ഒരു ചായ്പില ഞാൻ താമസിക്കുന്നത്. അവിടേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. കൃഷ്ണേ, നമുക്ക് ദുബായ് മാമന്റെ വീട്ടിലേക്ക് പോയാലോ? അവിടെ ആരുമില്ല. അതിനെന്താ? ആ വീട് നിന്റെ അച്ഛൻ ദുബായ് മാമൻ ഇഷ്ടദാനം കൊടുത്തതാ. അവിടെ ചോദ്യം ചെയ്യാൻ ആരും വരില്ല. കൃഷ്ണേ, എങ്കിൽ പിന്നെ അതാ നല്ലത്. മോളിക്കുട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലേ 10 ആണുങ്ങൾ കൂടുന്ന ബലവാ മോളിക്കുട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലേ. അമ്മ എഴുന്നേൽക്ക്, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഒന്നും ഇട്ടെറിഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് പോവില്ല. അനിയൻ സാറ് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരും. പകരം വീട്ടുകയും ചെയ്യും. അപ്പോ അത് കാണാൻ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം.